നമസ്കാരം. ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പത്തനംതിട്ട കടപ്രയിൽ സ്വന്തം അമ്മയായ പൊന്നമ്മ തോമസിന്റെ അസ്വാഭാവിക വിയോഗത്തിൽ മകൻ ടിജോ തോമസും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റിൻസിമോളും പിടിയിലായി. തുടക്കത്തിൽ അസ്വാഭാവികമായ അന്ത്യം എന്ന് കരുതി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പോലീസിന് ലഭിച്ച ഒരു അജ്ഞാത ഫോൺ സന്ദേശമാണ് സംഭവത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് പോലീസ് നടത്തിയ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ശരീരത്തിലെ പരിക്കുകളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുന്നത്. ഭാര്യയുമായി അകന്നു കഴിഞ്ഞിരുന്ന ടിജോ അമ്മയെ ശുശ്രൂഷിക്കാൻ നിർത്തിയിരുന്ന ഹോം നേഴ്സ് എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെട്ട റിൻസി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തിങ്കളാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും ഇത് തടയാൻ ചെന്ന പൊന്നമ്മയ്ക്ക് നേരെ ടിജോയുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ ആക്രമണം ഉണ്ടാവുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പൊന്നമ്മ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. സംഭവം പുറത്തറിയാതിരിക്കാൻ ബന്ധുക്കളെ കൂട്ടുപിടിച്ച് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ അസ്വാഭാവിക അന്ത്യമായിട്ടും പോലീസിനെ വിവരം അറിയിക്കാതിരുന്ന ആശുപത്രി അധികൃതരുടെ നടപടിയും പോലീസ് ഇപ്പോൾ കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏറെ ലാളിച്ചു വളർത്തിയ മകനിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായ അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നത് നാടാകെ നടക്കിയിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തങ്ങളുടെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. റിമാൻഡിലായ ടിജോയ്ക്കും റിൻസിമോൾക്കുമെതിരെ കൂടുതൽ ശക്തമായ നടപടിക്ക് പോലീസ് മുന്നോട്ട് പോവുകയാണ്.